ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യൽ കുട്ടനാടൻ സ്റ്റൈൽ സ്പെഷ്യലായിട്ടുള്ള താറാവ് റോസ്റ്റാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു താറാവ് റോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല പൊറോട്ടയുടെ കൂടെ ചപ്പാത്തി, ഗീ റൈസ് ഇവയുടെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. ഇനി ഒന്നും വേണ്ട, നമ്മുടെ സാധാ ചോറിൻ്റെ കൂടെ ആയാലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താറാവ് കിട്ടുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു മഴക്കാലത്ത് ഇതുപോലെ താറാവ് വെച്ചിട്ടുള്ള റെസിപ്പീസൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ല ഹെൽത്തി കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്പെഷ്യൽ താറാവ് റോസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നാടൻ താറാവ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നാടൻ താറാവ് ആയത് കാരണം സ്കിന്നോട് കൂടി തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നാടനാവുമ്പോൾ കുറച്ച് വേവ് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ ആദ്യം കുക്കറിൽ ഇട്ടിട്ടുള്ളൊന്ന് വിസിലടുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രോയിലർ താറാവാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, നേരിട്ട് വേവിക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ മിക്സാക്കി എടുത്തിട്ട് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 വിസിലടിക്കുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നാടൻ താറാവായത് കാരണം കുറച്ചൊരു വേവ് ഉണ്ടാവും, അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അതവിടെ വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ഗ്രാമ്പു 1 ഏലക്കായ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു ബേ ലീഫാണ്. ഇത് കയ്യിലുണ്ടെങ്കിൽ ഇതും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ഒരു പിടുത്തം ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി ഏകദേശം വഴന്ന് കിട്ടിയാൽ അതിലേക്ക് ഒരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും പിന്നെ ഒരു 15-16 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നതിന് പകരം ഇതുപോലെ ചതച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും. അതുതന്നെയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യുക. ഇനി ഇതിലേക്കൊരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല വലുപ്പമുള്ള സവാളയാണെങ്കിൽ പകുതിയൊക്കെ മതിയാവും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയാൽ അതിലേക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്ന് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇവ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക. ഈ ഒരു പൊടികളുടെ പച്ചമണക്കം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിന് പകരമായിട്ട് പൊടികൾ ആദ്യം തന്നെ വറുത്തെടുത്തിട്ട് ഈ ഒരു 3 പൊടികളും കൂടെ ആദ്യം നന്നായിട്ട് വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള മല്ലിപ്പൊടി പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് പ്ലെയിൻ മല്ലിപ്പൊടിയാണെങ്കിൽ അതിലേക്കൊരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് താറാവിറച്ചി നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഓവറായിട്ട് വെന്തിട്ടില്ല കേട്ടോ, ഒരു പാകത്തിന് വേവായിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ അത് വെള്ളത്തോടു കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഒന്ന് തിളച്ച് വന്നാൽ അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് അടപ്പ് തുറന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് തുറന്ന് വെച്ചിട്ട് വെള്ളമൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളമൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ വെള്ളം വറ്റി വരുന്ന ഈ ഒരു സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ കറിവേപ്പിലയും പിന്നെ മല്ലിയില കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം, കൂടുതൽ മല്ലിയില ചേർത്ത് കൊടുക്കരുത്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് നല്ല ഡ്രൈ ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കാം. ഇനി കുറച്ച് ഗ്രേവി ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് പാകാക്കി എടുക്കാം.
എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി താറാവ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.